ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? ഇന്നില്ലേ ഒരു പ്രത്യേക തരമുള്ള ആലു പൂരിയാണ്ട് റെസിപ്പി ആട്ടോ. നല്ല ഭട്ടൂര പോലെ നല്ലോണം പൊങ്ങി വന്നിട്ടുള്ള ഓയിലി അല്ലാത്ത ഒരു പൂരിയാണ്. എന്തായാലും ഇത് ട്രാവൽ ആക്കുമ്പോഴൊക്കെ നമുക്ക് 2 ദിവസത്തോളം വെക്കാൻ പറ്റുന്ന ഒരു ഫുഡും കൂടിയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാത്ത കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക, ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക. നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്മൈലായിട്ടെങ്കിലും കമൻറ്റ് തന്നു ഒന്ന് എന്നെ സപ്പോർട്ട് ആക്കണേ. അപ്പം ഞാൻ നേരെ റെസിപ്പിയിലോട്ട് പോകുന്നുണ്ട്. ഞാനില്ലേ ഒരു ബൗളിൻ്റെ അളവിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഒരു കപ്പിൽ കുറച്ച് എടുത്തിട്ട് ഒരു 1/4 കപ്പോളം റവ എടുത്തിട്ടുണ്ട്. ചെറിയ റവയാണ്. ഇതിലേക്ക് ഞാൻ അതേ 1/4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 തവണയായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അതിനൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് സൈഡിൽ മാറ്റി വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നതാണ്. ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, കാരണം പെട്ടെന്ന് നമുക്ക് മോയ്സ്ചർ ഒരുപാടായിപ്പോവും നമുക്ക് മാവ് കുഴച്ചെടുക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അതൊരു തിക്കാക്കിയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് സൈഡിൽ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ ഇത് ആലു മസാല പൂരിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളെ മോയ്സ്ചറൈസ് എത്രത്തോളം ആവുമെന്ന് എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഇത് ചെറിയ ഉരുളക്കിഴങ്ങായതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസാല ആയിട്ട് ഞാൻ മല്ലിച്ചപ്പും മുളകും എടുത്തതാണ്, പച്ചമുളക്. അതല്ല എന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഈ പച്ചമുളകിൻ്റെ ആവശ്യമില്ല കേട്ടോ, കാരണം എരിവ് കൂടിപ്പോവും, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതിലേക്കില്ലേ ഞാൻ കളൂഞ്ചി എന്ന് പറയുന്നില്ലേ, ഈ കരിഞ്ജീരകം എന്ന് പറയുന്നത്, അത് എടുത്തിട്ടുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം അതൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ബ്ലാക്ക് സോൾട്ട് ആട്ടോ ഇട്ടിട്ടുള്ളത്. ഇതിൽ മറ്റ് നമ്മുടെ നോർമൽ സോൾട്ടിനേക്കാളും ഇതിൽ നല്ലൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാനിത് ആദ്യമായിട്ടാണ് ഇട്ടത്. അപ്പോൾ എനിക്കൊരു ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ടൊന്ന് തോന്നി. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം കേട്ടോ, നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇത് രണ്ടും മിക്സാക്കിയതിന് ശേഷമില്ലേ നമുക്കിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റവയില്ല അതിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് എത്രത്തോളം ആവശ്യം വരുന്നുണ്ട് അത്രത്തോളം നിങ്ങൾ ഗോതമ്പ് പൊടി ഇട്ടിട്ട് നമുക്ക് പൂരിയുടെ പരുവത്തിലൊന്ന് ആക്കിയെടുക്കാം. ഇപ്പോൾ ഇതിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടിയുണ്ട്. എനിക്ക് വീണ്ടും 1.5 കപ്പോളം ഗോതമ്പ് പൊടീൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. പിന്നെ ഈ സമയത്തിൽ ഇതിനു മുമ്പ് എനിക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അത് വിട്ടുപോയതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുത്തത്. അത് ആദ്യമേ മസാലയ്ക്ക് ഇട്ട് കൊടുക്കണമായിരുന്നു. അങ്ങനെ ഇത് ആ മസാലയ്ക്ക് റെഡി ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ പൂരിയുടെ മാവില്ല, അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഓയിൽ തടവിട്ടില്ലേ ഇതിനൊക്കെ ഞാൻ ഉരുളാക്കിയിട്ട് ഒന്ന് എടുത്ത് മാറ്റി സൈഡിൽ വെക്കുക. ഭട്ടൂരയുടെ അളവില്ലേ ആ അളവിലുള്ള ബൗൾസ് ആക്കിയിട്ടൊന്ന് എടുത്ത് മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാൻ എത്ര വലുതുണ്ടോ അത്ര വലുതുള്ള ഉരുളക്കിഴങ്ങാക്കിയാൽ മതി. ഭട്ടൂര തന്നെ ആവണമെന്നില്ല, പൂരിയുടെ ഷേപ്പിലായാലും ബുദ്ധിമുട്ടില്ല. പിന്നെ ഇത് കുറച്ചൊരു തിക്കായിട്ട് തന്നെ വേണം കേട്ടോ, എന്നാലേ ഇത് നല്ല പൊങ്ങി വരും. തിക്കാക്കാൻ പാടില്ല. അപ്പം ഞാനിത് 10 ചുടുന്ന പലയില്ലേ അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും പൂരി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നും അതിലേ ഉണ്ടാക്കിയത്. പരത്തിയെടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിലാകുമ്പോൾ ഈസിലി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിത് ഞാൻ ആദ്യത്തേത് പൂരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇത് തീ ഹൈയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. പൂരി എപ്പോഴും ചുടുമ്പോൾ തീ ഹൈയിൽ തന്നെ വെച്ച് കൊടുക്കണം. ഓയിൽ നല്ല ചൂടായിട്ട് വേണം കേട്ടോ, എന്നാലേ ഓയിൽ കുടിക്കാതെ തന്നെ എണ്ണ കുടിക്കാത്ത പൂരി നമുക്ക് കിട്ടും. അങ്ങനെ ഇത് ആദ്യത്തെ ഒന്ന് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഒന്ന് പൊരിച്ചെടുക്കുക. അങ്ങനെ 2-3 എണ്ണം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഭട്ടൂര സൈസിൽ നല്ലോണം പൊങ്ങി വന്നിട്ടുള്ള പൂരി തന്നെ ആയിട്ടുണ്ട്. ഇതിൽ കെച്ചപ്പിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെ അങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാട്ടോ. അല്ലാതെ തന്നെ ഇങ്ങനെ മാത്രമായിട്ട് കഴിക്കാറും നല്ല രസമായിട്ടോ. വെറും സ്നാക്കായിട്ടോ വെറും ചായയുടെ കൂടെ കഴിക്കാറും നല്ല ടേസ്റ്റാണ്. ഇത് 4 മണി പലഹാരവും ആക്കാം, ബ്രേക്ക്ഫാസ്റ്റും ആക്കാം, ഡിന്നറും ആക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൂരിയാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ ആലുപൂരി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയാം, ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കാം. അങ്ങനെ എൻ്റെ ഇവിടുത്തെ ആലുപൂരി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.